ആ ജെസ്സി. ഓ ഹായ് ഡോക്ടർ. എന്താ ഇവിടെ? ഞാനേ നമ്മുടെ ഹോസ്പിറ്റൽ വരെ നിന്നാ. എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ്. ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അപ്പോൾ ആ കുട്ടിയായിട്ട് വന്നു. ഇത് ടീച്ചറാ. ഓ ഹായ്. ചെക്കപ്പ് ഒന്നും മുടക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല, എല്ലാം കറക്റ്റായി പോകുന്നുണ്ട്. ഓക്കെ ശരി. ആർക്കാ ചെക്കപ്പ്? അതൊക്കെ ഒരു വലിയ കഥയാ ടീച്ചർ. 1 മണിക്കൂറിനുള്ളിൽ തീരുന്നതാണെങ്കിൽ കേട്ടാ കൊള്ളാന്നുണ്ട്. അപ്പൻ ജാവലിൻ ത്രോയിൽ സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു. അമ്മ 400 മീറ്റർ സ്റ്റേറ്റ് സെക്കൻഡ്. ഒരു ഇൻ്റർ യൂണിവേഴ്സിറ്റി മീറ്റിലാണ് അവർ ആദ്യമായിട്ട് കാണുന്നത്. മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന അമ്മയെ അപ്പൻ എറിഞ്ഞിട്ടാണെന്നാണ് അപ്പൻ സങ്കടം പറയണത്. കാരണം കെട്ട് കഴിഞ്ഞോടെ അമ്മയുടെ ഓട്ടമൊക്കെ വീട്ടിലും പറമ്പിലായി ഒതുങ്ങി. അപ്പൻ്റേത് പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൻ്റെ പുറകെ. അതുകൊണ്ട് എന്നെ ഒരു അത്ലറ്റ് ആക്കണമെന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൻ ജെസ്സി ഓവൻസിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അതുകൊണ്ട് ഇട്ട പേരാ എൻ്റെ. എനിക്ക് പക്ഷേ സിനിമയായിരുന്നു ഇഷ്ടം. കുറച്ച് കഴിഞ്ഞാണ് അത് അഭിനയമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞത്. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി മരിച്ചത്. മലമ്പനിയായിരുന്നു. അമ്മച്ചി പോയ പിന്നെ അപ്പൻ ഞാനെന്നൊരു ഒറ്റ ലക്ഷ്യത്തിലാണ് ജീവിച്ചത്. അമ്മയില്ലാത്ത കുറവെന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും എനിക്കതൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല. അല്ല, ആ കുറവ് തോന്നാൻ അപ്പം സമ്മതിച്ചിട്ടുമില്ല. അടിപൊളിയാണ്. ഞാൻ നിൽക്കൂലേ? ഇടയ്ക്കൊക്കെ അപ്പനറിയാതെ ചില ഓഡീഷൻസിനൊക്കെ പോകുമായിരുന്നെങ്കിലും ഈ അത്ലറ്റിക്സ് എന്നെ വിട്ടുപോയില്ല. എനിക്ക് വേണ്ടി അപ്പനോടിയപ്പോൾ അപ്പന് വേണ്ടി ഞാനും കുറേ ഓടി. മെഡലൊക്കെ കുറേ വീട്ടിലിരിപ്പുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി. സംഗതി ഇച്ചിരി സീരിയസ് ആയിരുന്നു. ഇതേ ഇടുപ്പിൽ ഇപ്പോഴും സ്റ്റീലിരിപ്പുണ്ട്. ഇതേ ഇവിടെ തന്നെ ആയിരുന്നു. നേരത്തെ ഡോക്ടർ ചോദിച്ചില്ലേ? അതോടെ അത്ലറ്റിക്സ് തീർന്നു. അന്ന് അപ്പന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ സ്പോർട്സ് കോട്ടയിൽ നമ്മുടെ ഈ ജോലി കയറി. ഇതാവുമ്പോഴത്തേക്കും അപ്പനും ചെറിയൊരു ആശ്വാസം. ആ ചായ കുടിക്ക ടീച്ചർ. അപ്പനറിയില്ലേ ഇങ്ങനൊരു ഇഷ്ടമുള്ള കാര്യം? ഇല്ല, ധൈര്യം വന്നിട്ടില്ല. അത് വരുന്നെന്ന് പറയണം. അന്ന് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായതും ഒരു ഓഡീഷന് പോയപ്പോഴാണ്.